ഇത് നാരങ്ങ അച്ചാറ്, ഇത് കണ്ണിമാങ്ങ, ഇത് ചെമ്മീൻ വറുത്തരച്ചത്, ഇത് വെളുത്തുള്ളി. ചെമ്മീൻ ചമ്മന്തിയും കണ്ണിമാങ്ങ കഴിക്കാൻ പറ്റിയ അവസ്ഥയുണ്ട്. എന്തോന്ന്? എന്റെ അമ്മച്ചി അവിടെ ബാംഗ്ലൂർ കടയിൽ കിട്ടാത്ത സാധനം വല്ലതാണോ എടുത്ത് വെക്കുന്നേ? ഇത് എന്തായാലും കടയിൽ കിട്ടത്തില്ല. ഇതിലേ എന്റെ പ്രാർത്ഥനയും സ്നേഹവും ചേർത്തിട്ടുണ്ട്. അയ്യോ, അത് രണ്ടും കൂടി ഇതിനകത്ത് എടുത്തിട്ടാ അച്ചാറിന്റെ ടേസ്റ്റ് മാറിപ്പോവാനാമോ? കൂടെ അവിടുന്ന്. ആ മോനെ ജോ, ഒരു മിനിറ്റ്. എന്നതാ ദാ ഇതെന്നാ ഒരു ജോലി കിട്ടി പോകുമ്പോ കുരിശാന്നോ എടുത്ത് കൈ തരുന്നേ? ഇത് നേർച്ച രൂപ. നിന്റെ സ്റ്റെബിലൈസർ കമ്പനി പൊട്ടിയപ്പോ അമ്മച്ചി നേർന്നതാ. ജോലിക്ക് ചേരുന്ന ആദ്യ ദിവസം തന്നെ ബാംഗ്ലൂരിലെ കൊള്ളാവുന്ന ഒരു പള്ളിയില് ഇതങ്ങ് സമർപ്പിച്ചേക്കണം. ആ മോനെ, ഇത് നിന്റെ ഇലക്ട്രിക്കൽ ഷോപ്പ് പൂട്ടിയില്ലേ, അപ്പൊ അമ്മച്ചി നേർന്നതാ. പിന്നെ ഇത് ട്രാവൽ ഏജൻസി പൂട്ടിയപ്പോ നേർന്നായിരിക്കും. ആഹാ, അതിന് നേർന്നത് സബാസിനോസ് പുണ്യാളന്റെ രൂപ. അത് ഞാൻ എടുത്തു തരാം. വേണം, അത് മൊത്തമായിട്ട് തന്നേരെ. ഞാൻ കംപ്ലീറ്റ് പുണ്യാളന്മാരെയും കൂടെ ബാംഗ്ലൂർ പള്ളിയിൽ അടക്കിക്കോളാം. ആ ജോ, വാടാ ഇവിടെ. നിന്നെ വിളിക്കുന്നു. എന്നല്ല നിന്നെ. രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ. അമ്മച്ചി വഴക്ക് പറയണ്ട അമ്മച്ചി. അതെ, അമ്മച്ചിയുടെ മോനൊരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഞങ്ങളെ വഴക്ക് പറഞ്ഞ അമ്മച്ചിയുടെ മോന് തന്നെ ദോഷം. അങ്ങനെയുണ്ട്, എന്നെ ബാധി. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വാടാ ഇവിടെ. ഇവരെന്തോന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു? ചുമ്മാതല്ല, അവന്റെ അപ്പം നേരത്തെ പോയി. എന്നെ മരിച്ചതാണല്ലോ അവൻ പറഞ്ഞത്. അമ്മച്ചി ഇന്നത്തേക്ക് അമ്മരൊന്നും പറയണ്ട പ്ലീസ്. അയ്യോ പോയി. സ്വന്തം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരേ മനസ്സാന്ന് അതിന്റെ സാരം. നിങ്ങളൊക്കെ അമ്മച്ചിക്ക് മക്കള് തന്നെ. പോയിട്ട് കർത്താവ് അനുഗ്രഹിക്കണം എന്നെ. മറ്റേ കാര്യം ഒന്നും കൂടെ അനുഗ്രഹിക്കണം. അമ്മച്ചിയുടെ കാര്യം. അമ്മച്ചിയെ കാല്. ഇത് എവിടെ നിന്നാടെ സൽമാൻ ഒരു വൃത്തിയായിട്ട് ശബ്ദം വരുന്നത്? ഞാൻ വിതുമ്പിയതാ. ഇതാണടാ അമ്മ, ഇതായിരിക്കണോടാ അമ്മ. എനിക്ക് കൊണ്ട് ഒരെണ്ണം. എന്ത്? ഞാൻ യാത്ര പോണെന്ന് പറഞ്ഞപ്പോ പറയാ, നിക്കാഹാകുമ്പോ അറിയിക്കണം, ബിരിയാണി കഴിക്കാൻ വരാന്ന്. പാവോടാ. വിളിക്കുന്നു, വാ. സൽമാനെ ഓവറാക്കി ചളമാക്കല്ലേ നിർത്ത്. ശരി കർത്താവേ കാത്തോളണേ. അമ്മച്ചിയുടെ അടുത്ത് നാട്ടിലില്ലാത്ത കള്ളവും പറഞ്ഞു ആകെ വിഷമായി. ആരുടെ? ആ നമ്പ്യാരന്മാരെങ്ങാനാണോ? നമ്പ്യാരന്മാരൊന്നും അല്ല, നമ്മുടെ കുരുനാഥൻ. എന്റെ ഉമ്പിടി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പിച്ചപ്പാത്രം എടുത്തിട്ട് പഠിപ്പിച്ച സാറിനോടാണോ ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഫോണിങ്ങടുത്തെ. അതാണ് എന്നെ നടവുകയും. എടോ ചെറ്റ പരമനാറി തെണ്ടി, മറ്റവനെ മറിച്ചവനെ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട് വിടുക ഞങ്ങള്. ആ നമ്പ്യാരന്മാരെ പേടിച്ച്. നീ മിണ്ടായിരുന്നു. ഞങ്ങളെ ഈ ഗതിയിലാക്കിയ തന്റെ വൃത്തികെട്ട ശബ്ദം പോലും ഇനി കേൾക്കാൻ പാടില്ല. കേട്ടോടാ പരമനാറി ചെറ്റ തെണ്ടി. ഓ ചെവി ചീഞ്ഞു. ബാക്കി നീ വിളി. അത്യാവശ്യ സമയത്ത് ഒരു തെറി പോലും നാവില് വരില്ല. പ്രിയപ്പെട്ട സാർ, തെണ്ടി എന്ന് വിളിയടാ. നിങ്ങളുടെ ക്ലാസ്സിൽ 3 കൊല്ലം പഠിച്ചു പോയി എന്ന ഒറ്റ തെറ്റിന് അനുഭവിക്കാവുന്നതിലേറെ ഞങ്ങൾ അനുഭവിച്ചു. സർ, ഇനി ഉപദ്രവിക്കരുത്, വിട്ടേക്കാം. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, പരാജയങ്ങളിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ പാഠം പഠിക്കുന്നത്. ഞാൻ പഠിച്ചു. നിങ്ങളുടെ കടം തീർക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുൻപ് നമ്പ്യാർമാർക്ക് കടം തീർക്കാനുള്ള 75 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അയാൾ ചത്ത.
പിന്നെ പറഞ്ഞത് സത്യ. നിങ്ങൾ ഫാക്ടറിയിലേക്ക് വാ, കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. എന്താടാ? ഒരു പെണ്ണോടിക്കുന്ന കാറാന്ന് കേട്ടപ്പോ പെട്ടു തന്നെ കരുതിയതാ കേട്ടോ. 4:30 ഫ്ലൈറ്റ്, 80 കിലോമീറ്റർ, 24 ഹെയർ പിൻ. പക്ഷെ മിടുക്കത്തിയാ കേട്ടോ. ഏതവനാടാ ഇത്ര തിരക്ക്? അണ്ണാ ദേവ് ചേച്ചിയാ. അയ്യോ, ദേവമോളായിരുന്നു. ആ ഇവിടുത്തെ ആൺ ഡ്രൈവർമാർക്കെല്ലാം വലിയ സ്നേഹമാല്ലയോ? ആ പെണ്ണായതുകൊണ്ടല്ല, പെങ്ങളായി കാണുന്നോണ്ട്. ഈ വെകിളി പാസഞ്ചേഴ്സ് തൊടാനോ പിടിക്കാനോ വന്ന കൊച്ചെന്തോ ചെയ്യും. മരുന്ന് കഴിഞ്ഞു അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും പറയില്ലല്ലോ. ജോലിക്കിടയിലാണ് ലിസ്റ്റ്. ഓ ഓ ശരി ശരി. ഇപ്പൊ ഏത് മരുന്നാ തീർന്നേ? ഞാൻ വിളിക്കാം. ശ്ശോ, പണി കിട്ടി. കൊച്ചേ, ഇനി 1/2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഒന്നും മിണ്ടായിരി വല്യപ്പാ. വല്യപ്പാന്നോ? എന്നാ സാറേ എല്ലാം കറക്റ്റാ. ആ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റ് ആയിരിക്കും സാറേ. ഫോൺ ചെയ്തോണ്ടാ വണ്ടി ഓടിച്ചോണ്ട് വന്നു. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് അത്യാവശ്യം. ഒരു 3000 പെറ്റി അടച്ചാരെ. 3000. നമസ്കാരം സർ. സർ. ഓ, ഷീ ടാക്സി ആണല്ലേ? അങ്ങനെ വേണേലും പറയാം. ഗവൺമെന്റിന്റെ ഷീ ടാക്സി അല്ല കേട്ടോ. ഞാനൊരു പെണ്ണായതുകൊണ്ട് നാട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുന്നത് മാത്രം. ഡ്രൈവിംഗിനിടയിൽ ഫോൺ ചെയ്യൽ. സർ, 2 ആഴ്ചക്കിടയിൽ കിട്ടിയ ഒരേ ഒരു ലോങ് ട്രിപ്പാണ് സർ. കൽപ്പറ്റ ടു കരിപ്പൂർ 4000 രൂപയാണ് ന്യായമായ റേറ്റ്. അയാൾ അത് വിലപേശി 2500 രൂപയാക്കി സർ. ദുഷ്ടൻ, കണ്ണിച്ചോരയില്ലാത്തവൻ. അയാളുടെ തലയിൽ ഇടി. വേണ്ട, ഞാൻ ആരെ ശപിച്ചാലും അയാളെ പിന്നെ ഒരു കാലത്തും ഗതി പിടിക്കൂല. കോടതിയിൽ ശാപം വേണ്ട. സോറി സർ. സാർ, ഈ 2500-ന് 1500-ന് ഞാൻ ഡീസൽ അടിക്കണം. പിന്നെ ഈ റോഡിലെ കുഴികളിലൊക്കെ വീണിട്ടുള്ള പണിച്ചെലവ് വേറെ. ബാക്കി കിട്ടുന്ന തുച്ഛമായ പൈസയെന്ന് കോടതിയിൽ പിഴയടക്കണം എന്നൊക്കെ പറഞ്ഞ കഷ്ടമല്ലേ ജഡ്ജി സാർ? വീണു തുടങ്ങി. മാത്രമല്ല, കോടതിയിൽ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ എന്റെ അച്ഛൻ സഹിക്കൂല സാറേ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ മോളിലോ? അയ്യോ, അച്ഛൻ മരിച്ചു പോയി സാറേ. ഓ, അച്ഛൻ ഓടിച്ചിരുന്ന കാറാ അത്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് സാറേ. അതെന്താ, കൊമ്പുണ്ടോ? കൊമ്പല്ല സാറേ, പക്ഷേ ഒരു നെറ്റിപ്പട്ടുണ്ട്. കൈക്കൂലി എടുക്കുവാണോ? അല്ല സാറേ, ഒരു മിനിറ്റ്. സാർ ഇതൊന്ന് കണ്ടാട്ടെ. ദാ.
വായിച്ചാ. വയനാടൻ ടാക്സിക്ക് കിട്ടിയ സൗഭാഗ്യം. ഇത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ്. ആ, ഇത് എന്റെ അച്ഛൻ. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് കേരള സന്ദർശനത്തിന് വന്നപ്പോ അച്ഛന്റെ വണ്ടിയിലാ യാത്ര ചെയ്ത്. അന്നത് വലിയ വാർത്തയായിരുന്നു. യെസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവർ ആയപ്പോഴും അത് വലിയ വാർത്തയായി. അത് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. കേൾപ്പിക്കാം, അല്ല കാണിക്കാം. ദാ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട്. ദാ ഇതിലുണ്ട്. ആ, വളയം പിടിക്കുന്ന വളയിട്ട കൈകൾ. ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഞാനാ. കൊള്ളാല്ലേ? ആ സാർ, ചാനലിൽ വന്ന പ്രോഗ്രാമിന്റെ CD കാറിലുണ്ട്. എടുത്തിട്ട് വരട്ടെ സാർ? വേണ്ട 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 വേണ്ട. സാർ, എന്റെ അച്ഛനെ പോലെ ഒരു അച്ഛനാണ് സാറിനുള്ളത് എന്നിരിക്കട്ടെ. എന്റെ സ്ഥാനത്ത് സാറിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. അയ്യോ, അങ്ങനെ വിചാരിച്ചാ മതി സാറേ. സാറിന് ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് അച്ഛന്റെ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നു. സാർ ഇങ്ങനെ ടാക്സി ഓടിച്ചു വരുന്നു. സാറിന്റെ വീട്ടിൽ നിന്നും വൃദ്ധയായ മുത്തശ്ശി സാറിനെ ഫോൺ ചെയ്യുന്നു മരുന്ന് വാങ്ങാൻ. സാർ ഫോൺ എടുക്കില്ല സാറേ? എടുക്കും. അതല്ലേ ഞാനും ചെയ്തുള്ളൂ. പ്ലീസ്. 200 രൂപ. മനുഷ്യപ്പറ്റുള്ളവരുണ്ട് സാറേ ഈ നാട്ടിൽ. ദാമോദരേട്ടനും പ്രസിഡന്റുമായിട്ടുള്ള പടം കാണിച്ചു കാണും, പിന്നെ പത്രക്കട്ടിക്കും. സാറേ, ഇത് ഇവളുടെ തുറുപ്പ് ചീട്ടാ അല്ലേ? അവസാനം നല്ലതാണെങ്കിൽ തുടക്കവും നല്ലതായിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഥ വ്യത്യസ്തമാണ്. ഇത് തുടങ്ങിയതാണെങ്കിലോ എന്നോ ആണ്. കൽക്കറ്റ വന്നതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ആരാ 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 അവിടെ? ആരാ ആരാ? Who's there? ആരാ ആരാ? ഹലോ, അല്ല ഇതില് നിനക്കെന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ പണിയെടുക്കുവാണ്. ചുമ്മാ ഇരിക്കുമല്ലോ, മനസ്സിലാക്കിക്കോ. ആ ശരി ശരി. ആ വരാൻ ഇച്ചിരി ലേറ്റാവും. അതെ, വരാൻ ഇച്ചിരി ലേറ്റാവും എന്ന് പറഞ്ഞില്ലേ? ശരി, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക കേട്ടോ. ശരി, ഫോൺ വെച്ചോ കേട്ടോ. ബഹാദൂർ. പറയൂ സാർ. ആ ചാമ്പർ ക്ലോസ് ചെയ്ത് തരേ. ശരി സാർ.